നമ്മുടെ ഭാവി തലമുറയെ കാർന്നു തിന്നുന്ന മയക്കുമരുന്ന് എന്ന വിപത്ത്, രാസലഹരി, സിന്തറ്റിക് ലഹരി എന്ന മഹാവിപത്ത്, അതിനെതിരെ അതിശക്തമായ ചുവടുവയ്പ്പുകളുമായി സംസ്ഥാന ആഭ്യന്തര വകുപ്പും പോലീസും നീങ്ങുകയാണ്. ഈ വിവരങ്ങൾ അറിയിച്ചത് സംസ്ഥാന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തന്നെയാണ്. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ട് എന്നാണ് പ്രോജക്റ്റിന്റെ പേര്. ജൂൺ മാസം 1 മുതൽ പ്രത്യേകിച്ചും സ്കൂളുകളും മറ്റ് കലാലയങ്ങളും കേന്ദ്രീകരിച്ച് ഈ പദ്ധതിക്ക് തുടക്കമിടും. മാത്രമല്ല, പൊതുജനങ്ങളുടെയും അതുപോലെ തന്നെ സമൂഹത്തിന്റെയും മാധ്യമങ്ങളുടെയും ഒക്കെ പിന്തുണയും ആഭ്യന്തരമന്ത്രി തേടുകയുണ്ടായി. ഇന്ന് സംസ്ഥാന ആഭ്യന്തരമന്ത്രിയുടെ ചേംബറിൽ പ്രത്യേകമായി ക്ഷണിച്ചു വരുത്തിയ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം നടന്നിരുന്നു. DGP അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുത്തു. ജില്ലാ പോലീസ് മേധാവികളെ പ്രതിനിധീകരിച്ചും പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. നിരവധി സുപ്രധാന തീരുമാനങ്ങളാണ് ഈ ഒരു യോഗത്തിൽ ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഓപ്പറേഷൻ നാർക്കോട്ടിക് ഹണ്ട് എന്ന് പറയുന്ന പുതിയ പദ്ധതി. മുൻപ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ രമേശ് ചെന്നിത്തല ബ്ലേഡ് മാഫിയ ഒതുക്കുന്നതിനായി ഓപ്പറേഷൻ കുബേര എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നിരുന്നു. അത് വൻ വിജയമായിരുന്നു. അതോടുകൂടിയാണ് ഇവിടുത്തെ വട്ടിപ്പലിശക്കാരും ബ്ലേഡുകാരും ജനങ്ങളെ, പ്രത്യേകിച്ചും സ്ത്രീകളെയും ഒക്കെ തന്നെ ബുദ്ധിമുട്ടിക്കുന്ന പലിശക്കാർ ഒതുങ്ങിയത്. പലിശക്കാരുടെ ആഫീസ് പൂട്ടിപ്പോയ ഒരു ഓപ്പറേഷനായിരുന്നു അത്. അതുപോലെ മയക്കുമരുന്ന് കച്ചവടക്കാരുടെയും മയക്കുമരുന്ന് വിതരണക്കാരുടെയും ഒക്കെ ഓഫീസ് പൂട്ടിക്കുന്ന തരത്തിലേക്ക് ഈ ഒരു ഓപ്പറേഷൻ എത്തുകയാണ്, ഓപ്പറേഷൻ തൂഫാൻ. തീർച്ചയായിട്ടും എല്ലാവരുടെയും പിന്തുണ ഈ ഒരു ഓപ്പറേഷന് കേരള സമൂഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, സ്കൂളുകൾ കേന്ദ്രീകരിച്ച്, വിൽപ്പന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച്, ചെറിയ കടകൾ കേന്ദ്രീകരിച്ച് ഒക്കെ തന്നെ രാസലഹരി ഇപ്പോൾ പലയിടത്തും ലഭ്യമാണ് എന്നാണ് റിപ്പോർട്ടുകൾ. അത്തരത്തിലുള്ള രാസലഹരികൾ നമ്മുടെ യുവതലമുറയുടെ ഹൃദയത്തെയും തലച്ചോറിനെയും കാർന്നു തിന്നുകയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെ നശിപ്പിക്കുകയും ചെയ്യും. അന്തർ സംസ്ഥാന ബന്ധങ്ങൾ ഉള്ള ലഹരി മാഫിയെ ഒതുക്കുന്നതിനായുള്ള ഓപ്പറേഷൻ തൂഫാന് എല്ലാ പിന്തുണയും ജനങ്ങളും മാധ്യമങ്ങളും വാഗ്ദാനം നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആഭ്യന്തരമന്ത്രിയുടെ ഈ പുതിയ നീക്കത്തിന് നമ്മളും പിന്തുണ നൽകുന്നു. എവിടെ, ഏത് തരത്തിൽ, എന്ത് രാസലഹരി കൈമാറ്റമോ കച്ചവടമോ ഉപയോഗമോ നടന്നാലും തീർച്ചയായിട്ടും തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ എക്സൈസ് ഓഫീസിലോ അറിയിക്കുക. അത് ജനങ്ങളുടെ ഉത്തരവാദിത്വമാണ്, ജനങ്ങളുടെ ബാധ്യതയാണ്. കാരണം ഈ ലഹരിയെ ഇവിടുന്ന് തുടച്ചെറിയേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ്. ലഹരി മാഫിയെ തകർക്കും. ലഹരി എന്ന് പറയുന്ന പദാർത്ഥത്തെ, രാസലഹരിയായാലും എന്ത് ലഹരിയായാലും, കഞ്ചാവായാലും മയക്കുമരുന്നായാലും കേരളത്തിൽ നിന്ന് പറിച്ചെറിയും എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് സംസാരിച്ചത്. മാത്രമല്ല, ഇന്ന് പോലീസ് ഉദ്യോഗസ്ഥരുമായുള്ള യോഗത്തിൽ കേസുകൾ, പഴയ കേസുകൾ അന്വേഷിക്കുന്നതിനെക്കുറിച്ചും കേസുകളിൽ പോലീസ് സമീപിക്കേണ്ട രീതികളെക്കുറിച്ചും ഒക്കെ തന്നെ വിശദമായി ചർച്ചയായി. പഴയ പല കേസുകളും പൊടിതട്ടിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇടതുപക്ഷ സർക്കാർ മുക്കിയ പല കേസുകൾ, പൂഴ്ത്തിവെച്ച പല കേസുകളും പൊടിതട്ടിയെടുത്ത് പുനരന്വേഷണം നടത്താൻ, കോടതിയുടെ അനുമതിയോടെ പുനരന്വേഷണം നടത്താനുള്ള എല്ലാ സാധ്യതയും ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ഏറ്റവും പ്രധാനമായി ഈ ഓപ്പറേഷൻ തൂഫാൻ ആ ഒരു പദ്ധതിയെക്കുറിച്ച് തന്നെയാണ് ചർച്ചയായത്. അതേക്കുറിച്ചാണ് ആഭ്യന്തരമന്ത്രി ജനങ്ങളോട് പറഞ്ഞത്. എല്ലാവരുടെയും സഹകരണത്തോടുകൂടി മയക്കുമരുന്ന് എന്ന മഹാവിപത്തിനെ, രാസലഹരി എന്ന മഹാവിപത്തിനെ നമ്മുടെ നാട്ടിൽ നിന്ന്, നമ്മുടെ ഭാവി തലമുറയുടെ ബുദ്ധിശക്തി ചോർത്തുന്ന ഈ ഒരു പ്രക്രിയയിൽ നിന്ന് ഓടിക്കുക, ഒഴിവാക്കുക, ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചാണ് രമേശ് ചെന്നിത്തല ഈ പുതിയ തീരുമാനങ്ങൾ എടുത്തത് എന്നാണ് റിപ്പോർട്ടുകൾ.